നമസ്കാരം സനോജി. ആഗോള അയ്യപ്പ സംഗമം കോടാനുകോടി ഹിന്ദുക്കളെ കബളിപ്പിക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു. 3,50,00,000 രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്താണ് പറയാനുള്ളത്? ഹരി, ആദ്യം തന്നെ പറഞ്ഞു, ഇവർ വെളിപ്പെടുത്തിയത് ഭക്തരുടെ കാണിക്ക എടുത്തുകൊണ്ട് ഒരിക്കലും അയ്യപ്പ സംഗമം നടത്തില്ല. അയ്യപ്പ സംഗമം നടത്തുന്നത് പ്രത്യേക സ്പോൺസർഷിപ്പിലൂടെയാണ്. ഇതിന് മുൻനിര സ്പോൺസേഴ്സ് ഉണ്ട്. ഇവരുടെ പൈസ ഉപയോഗിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതിയാണ് പമ്പാതീരത്ത് വലിയ രീതിയിലുള്ള ആഗോള അയ്യപ്പ സംഗമം. ഇത് വിശ്വാസികൾക്ക് വേണ്ടി എന്നുള്ള വെളിപ്പേരിലാണ് നടത്തിയെങ്കിലും ഒരു വിശ്വാസി പോലും ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാര്യം, തത്വമയി ന്യൂസ് ഇതിന് പോയിരുന്നു, നമ്മളിതിൽ സന്നിഹിതരായിരുന്നു. അത് കൃത്യമായി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ പകർത്തിയെടുത്തതുമാണ്. വലിയ ഒരു വേദി, ഏകദേശം ലക്ഷങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വേദിയാണ് പമ്പാതീരത്ത് ഉയർത്തിയത്. ആ വേദി ഉയർത്തിയത് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. കാര്യം, പമ്പയുടെ ആവാസ വ്യവസ്ഥയൊക്കെ അറിയാം, സ്വാഭാവികമായ ഒരു വനപ്രകൃതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ആവാസ വ്യവസ്ഥയൊക്കെ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് അവിടെ നടന്നത്. ജർമ്മൻ ടെന്റ് ഉയർന്നത്. പക്ഷേ എന്നിട്ടും ആ വലിയ ഒരു പന്തലിൻ്റെ കാൽഭാഗം പോലും നിറയ്ക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. നമ്മളല്ല, മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ ശുദ്ധീകരണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഒരു വേദിയാണ് അവിടെ ഒരുക്കിയിരുന്നത്. മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇതിനു ശേഷം പമ്പയുടെ തീരത്ത് കുഴിച്ചു മൂടേണ്ടി വന്നത്. സിവേജ് പ്ലാന്റിലേക്ക് അതും ഒക്കെ വാർത്തയായിരുന്നു. കാര്യം, ഒരുപാട് ID കാർഡുകൾ ഇതിനുവേണ്ടി പ്രിന്റ് ചെയ്തത് വെറുതെ അവിടെ കിടക്കേണ്ടി വന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ്. തണുപ്പ് കാരണമാണ് ഭക്തർ അഴിച്ചു പോയെന്നൊക്കെയാണ്. അല്ല, ടെന്റിനകത്ത് തണുപ്പെന്ന് വെച്ചാൽ അത്രയും, കാരണം ഒരു വലിയ ടെന്റിൽ എത്ര ആളുകളെ ഉൾക്കൊള്ളുമോ അതിനനുസരിച്ചുള്ള AC കപ്പാസിറ്റിയാണ് അവിടെ ഒരുക്കുന്നത്. പക്ഷെ ആള് നിറയാതെ വന്നപ്പോൾ തണുപ്പ് നിറഞ്ഞു. അതാണ് അതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. ആ ഉള്ള തണുപ്പിൽ ഇരിക്കാൻ ആർക്കും പറ്റിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിടേണ്ട അവസ്ഥ എന്ന് വന്നു. കാര്യം, ഞാനും നമ്മുടെ ന്യൂസ് കോർഡിനേറ്റർ കുമാറും ഒക്കെ ആ ചടങ്ങിന് പോയിരുന്നതാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ആ ഒരു ഇത് അനുഭവിച്ചറിയാൻ പറ്റിയതാണ്. എന്തായാലും ആ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ തട്ടിക്കൂട്ട് പരിപാടി വൻ പരാജയമായിരുന്നു എന്ന് അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ, അതായത് അന്നും ഇത് നടത്തുന്നതിന് മുമ്പും കോടതി ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന ഒരു പൈസ പോലും ഇതിനെടുക്കില്ല എന്ന് സത്യവാങ്മൂലം നൽകിക്കൊണ്ട്, ഇതിന് പ്രത്യേക സ്പോൺസർഷിപ്പ് കണ്ടെത്തിയാണ് നടത്തുന്നതെന്നുള്ള സത്യവാങ്മൂലം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. ഏകദേശം 5 കോടി രൂപ ചിലവ് പ്രതീക്ഷിച്ചിരുന്ന ഈ പരിപാടിക്ക് അവസാനം പരിപാടി കഴിഞ്ഞപ്പോൾ 8 കോടിയിലധികം രൂപയാണ് ചിലവായതെന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ അതിൽ 3 കോടിയോളം രൂപ ഭക്തരുടെ കാണിക്കയായി സമർപ്പിച്ച പൈസയാണെന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ്, ഞെട്ടിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇതിൽ എന്തായാലും അന്ന് ഇത് ആവർത്തിച്ച് പറഞ്ഞത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും ദേവസ്വം മിനിസ്റ്ററായിട്ടുള്ള വാസവനുമാണ്. അവർ ആവർത്തിച്ച് പറഞ്ഞത് ഭക്തരുടെ കാണിക്കപ്പണം ഇതിലേക്ക് വിനിയോഗിക്കില്ല, ഒരു പൈസ പോലും ഇതിലേക്ക് എടുക്കില്ല. ഇതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തുന്നത് പ്രത്യേകമായ പൈസയാണ്, അത് സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുന്നു. ഇത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നൊക്കെയുള്ള വെളിപ്പേരിലാണ് നടത്തിയത്. പക്ഷേ വികസനം നടത്തിയതാകട്ടെ, ഭക്തരുമായി ചേർന്നുള്ള വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയത് എല്ലാം ക്ലോസ്ഡ് റൂം ചർച്ചകളാണ് അവിടെ നടന്നത്. വിദഗ്ധർ മാത്രം അടങ്ങിയ. എന്താണ് ചർച്ച ചെയ്തതെന്ന് പോലും ഇന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല. ക്രൗഡ് മാനേജ്മെന്റ്, മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു വലിയവായി. സ്പോൺസർഷിപ്പുമായിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും ഇല്ല. മിനിറ്റ്സിൽ ഇതുമായി ബന്ധപ്പെട്ട തുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടില്ല. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഒരു കബളിപ്പിക്കൽ തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കൽ തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വെളിപ്പെടുന്നത് അത് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഈ PS പ്രശാന്ത് എന്ന് പറയുന്നത് ഒരു കൊടും ക്രിമിനലായി മാറുകയാണ്. കാര്യം, ഈ ശബരിമലയിൽ ഏറ്റവും ഒടുവിൽ നടന്ന കടത്തിന് ചുക്കാൻ വഹിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസ് കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ 2 കേസാണ് ഇപ്പോൾ PS പ്രശാന്തിന് മുകളിൽ വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു തീർത്ഥാടന കാലം വലിയ കുഴപ്പമില്ലാതെ നടത്തി മിസ്റ്റർ ക്ലീൻ ഇമേജ് നേടിയെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ വാർത്തയെ സമീപിച്ചിരുന്നത്. കാര്യം, ഈ പോയ മണ്ഡലകാലമല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു മണ്ഡലകാലം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നടന്നൊരു മണ്ഡലകാലമായിരുന്നു. ഒരുപക്ഷെ പോലീസിന്റെ കാര്യക്ഷമത കൂടി അതിനകത്തുണ്ടായിരുന്നു. കാര്യം,
അനുഭവ സമ്പത്തുള്ള ശ്രീജിത്താണ്, ADGP ശ്രീജിത്താണ് ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രൗഡ് കൺട്രോൾ ഇപ്പോൾ വളരെ സുഗമമായി അവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് അതവിടെ കൃത്യമായി പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല ഭക്തരോടുള്ള ഇടപെടൽ, പോലീസുകാരുടെ ഇടപെടലൊക്കെ വളരെ മയപ്പെടുത്താനൊക്കെ ഉള്ള ഒരു ശ്രമം അദ്ദേഹം മുന്നിട്ട് തന്നെ ഇറങ്ങിയിരുന്നു. ഇതൊക്കെ നമ്മൾ തത്വമയി അന്ന് പ്രത്യേകം വാർത്തയായി ചെയ്തിരുന്നതാണ്. കാര്യം കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടനത്തിന് മുമ്പ് ഈ ഒരു ഘട്ടത്തിൽ അതും കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഹരി, അതുകൊണ്ടാണ് അത് പറയുന്നത്. കാര്യം കഴിഞ്ഞ കഴിഞ്ഞ തീർത്ഥാടനമല്ല, 2024-25 തീർത്ഥാടന കാലഘട്ടത്തിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ADGP ശ്രീജിത്ത് പോലീസുകാർക്ക് വേണ്ടി, ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചിരുന്നു. ആ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് മനുഷ്യത്വപരമായി ഭക്തരോട് ഇടപെടേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകം ക്ലാസ് തന്നെ അത് അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിൽ ചെയ്തതാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഇനിഷ്യേറ്റീവിൽ ചെയ്തതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ചെയ്തതെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ചില വിവരങ്ങൾ, ചില സുഹൃത്തുക്കൾ മുഖേന നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത്ര നല്ല രീതിയിൽ സുഗമമായ ഒരു കോർഡിനേഷൻ അദ്ദേഹം അവിടെ സാധ്യമാക്കി. അതിന്റെ പേരിൽ പക്ഷേ കയ്യടി കിട്ടിയത് PS പ്രശാന്തിനും കൂടെയാണ്. കാര്യം ആ പ്രാവശ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹമാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് സോങ് പാടി കയ്യടി നേടുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹവും അതിന്റെ കയ്യടി നേടിയെടുത്തു. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ഇദ്ദേഹം കൂടുതൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയതിന്റെ ആദ്യഘട്ടമായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ CPM-ന്റെ വലിയ ഫണ്ടിന്റെ ഒരു പുള്ളറാണ്. ഫണ്ട് CPM പാർട്ടിക്ക് വേണ്ടി വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് ഈ PS പ്രശാന്ത് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒരു വശത്തുകൂടി എങ്ങനെയെങ്കിലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി കഴിയുമ്പോൾ ഇലക്ഷൻ വരെ വീണ്ടും ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ, ആ പദവി നീട്ടിക്കിട്ടിക്കൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് ഒരു MLA ആകുക. MLA ആയാൽ അദ്ദേഹത്തിന് ഏറെക്കുറെ ഒരു മന്ത്രിസ്ഥാനവും ഉറപ്പായിരുന്നു. ഈ കഴിഞ്ഞ ഈ ആഗോള സംഗമത്തിലൂടെ കോടികൾ, ഊരാളുങ്കൽ സൊസൈറ്റി ആണല്ലോ അവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊന്ന് സമഗ്രമായി നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ MLA ആയി മന്ത്രിയായി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് വകുപ്പ് കൈയാളുക എന്നുള്ളതായിരുന്നു PS പ്രശാന്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ ആ ആത്യന്തികമായ ലക്ഷ്യം മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുമ്പേ അയ്യപ്പൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കടുംവെട്ട് കിട്ടിയത്. ഈ ആഗോള സംഗമം പരാജയമായി. അതിനോട് ഒപ്പമാണ് ഈ കടത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായതും. ഈ PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പോലും മരവിപ്പിക്കുന്നതും. പിന്നീട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിനെ SIT ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇനി വല്ല ഹൈഡൌട്ടിലേക്ക് മാറ്റിയതാണോ, അത് അദ്ദേഹം സ്വയം മാളത്തിലേക്ക് ഒതുങ്ങിയതാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും PS പ്രശാന്ത് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നതോടുകൂടി അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതുവരെ SIT-യുടെ അന്വേഷണം മാത്രം നേരിട്ടാൽ മതിയെങ്കിൽ ഇനി ED-യുടെ അന്വേഷണം നേരിടേണ്ടി വരും. കാര്യം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭക്തരോട് കാണിച്ചത് തികഞ്ഞ അവിവേകമാണ്, തികഞ്ഞ ശുദ്ധ തെമ്മാടിത്തനമാണ്. കാര്യം ഭക്തർ അവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ അർപ്പിക്കുന്ന ആ കാണിക്ക എടുത്ത് പാർട്ടി പരിപാടി നടത്താനാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഊരാളുങ്കൽ സൊസൈറ്റി, ഈ ശബരിമല പോലുള്ള ഒരു പുണ്യപാവന സ്ഥലത്തെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ കോർഡിനേഷൻ അന്നവിടെ കണ്ടതാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സ്റ്റാഫാണ് ഇതിൻ്റെ ഈ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പ്. ആ രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നത്. എന്തായാലും അന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ നടത്തുന്നത് വിശ്വാസത്തിൻ്റെ പേരിലല്ലെങ്കിൽ ഇതിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. സൂചനകൾ മാത്രമല്ല, അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോവുകയാണ്. കാര്യങ്ങൾ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചില്ലറ കളിയൊന്നുമല്ല ഈ ഒരു കളി എന്ന് പറയുന്നത്. ഈ ഭക്തരുടെ പൈസ എടുത്ത് പാർട്ടി പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് പേർ, മുഖ്യമന്ത്രി അടക്കം സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഹരി, എല്ലാ സമയത്തും CPM അധികാരത്തിൽ കയറിയതിനു ശേഷം സത്യത്തിൽ ശബരിമലയ്ക്ക് ഒരു ശനിദശ എന്ന് തന്നെ പറയാം. ആദ്യം ഭക്തന്മാർക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടൊരു നരനായാട്ട് നടത്തി. പിന്നെ ഈ ആചാര ലംഘനം നടത്തിയിട്ടാണ്. ആചാര ലംഘനം നടത്തിയതിനെ ചോദ്യം ചെയ്തതിനാണ് ഭക്തർക്കെതിരെ അവിടെ വാളുയർത്തിയത്. അന്ന് ആജ്ഞകളുടെ വാറോലകൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ നിന്നും വരുമ്പോൾ ഭക്തരുടെ ശരണം വിളിയെ തെറിവിളി അഭിഷേകമാക്കി. ഭക്തർ അവിടെ വിരിവെക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഭക്തർക്ക് ദർശനം കിട്ടാതെ വിലക്കേർപ്പെടുത്തി. കൊച്ചുകുട്ടികളടക്കം നടപ്പന്തലിലും മറ്റും ക്രൂരമായ പോലീസിന്റെ നടപടികൾക്ക് വിധേയമാകുന്ന കാഴ്ചകൾ ഇന്നും ഒരു ഭക്തനും മറന്നിട്ടില്ല. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുതെന്നുള്ളൊരു ആപ്തവാക്യം പോലും അന്നുണ്ടായിരുന്നു. അത് വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഒന്നുകൂടി
പ്രകടമാവുകയാണ്. ഈ കഴിഞ്ഞ അതായത് ആദ്യ പിണറായി ഭരണത്തിന്റെ കാലത്തായിരുന്നു അതെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പിണറായി ഭരണകാലത്ത് വരുന്നു അതിലും കൊടും പാതകമാണ്. കാര്യം ഒരു വശത്ത് സ്വർണ്ണക്കടത്ത്, മറുവശത്ത് ഇപ്പോൾ ഭക്തരുടെ പൈസ എടുത്ത് പാർട്ടി പരിപാടി പമ്പയുടെ തീരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. അതും അയ്യപ്പ സംഗമം എന്നുള്ള കബളിപ്പിക്കലിലൂടെ. അത് ശരിക്കും അവിടെ നടന്നത് പാർട്ടിയുടെ ശക്തി തെളിയിക്കലായിരുന്നു. ഒരു പാർട്ടിയുടെ PR വർക്കാണെന്ന് അവിടെ നടന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ഒരു വിശ്വാസി പോലും അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്തില്ല എന്നുള്ളതാണ്. വിശ്വാസി പങ്കെടുത്തത് അതിന് 2 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 22-ന് പന്തളത്ത് നടന്ന വിശ്വാസി സംഗമത്തിലാണ്. അത് നമ്മൾ തത്വമയി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് നമ്മളവിടെ വിശ്വാസികളുടെ ഒരു ശക്തി പ്രകടനം കണ്ടതാണ്. എന്തുമാത്രം അത് ഈ പറഞ്ഞതുപോലത്തെ PR വർക്കില്ല, ക്ഷണപത്രികയില്ല, മറ്റൊന്നുമില്ല. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പന്തളം പോലുള്ള ഒരു വിശുദ്ധ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷങ്ങളാണ്. അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഈ ഒരു വലിയ വിശ്വാസി സംഗമത്തിന്റെ ഭാഗമാകാൻ. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ സർക്കാരിനുള്ള ഒരു തിരിച്ചടി വിശ്വാസികൾ നൽകി കഴിഞ്ഞതാണ്. ഇപ്പോൾ അതായത് 2 ദിവസം മുമ്പ് സെപ്റ്റംബർ 20-ന് പമ്പാതീരത്ത് നടന്ന അയ്യപ്പ സംഗമം എന്നുള്ള തട്ടിക്കൂട്ട് PR വർക്ക് അത് ഭക്തരുടെ പണം ഉപയോഗിച്ചാണ് നടന്നതെന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതിനെതിരെ കേരളമെമ്പാടുമല്ല ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് CPM-ന് ഇതൊരു വലിയ പരീക്ഷണ ഘട്ടം കൂടിയായി മാറുകയാണ്. കാര്യം ഇതിനി എന്ത് സമാധാനം പറയും? ഇത് മുഖ്യമന്ത്രി അടക്കം ഭക്തരോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനതയോട് സമാധാനം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പിണറായി ഗസ്നിയുടെ കാര്യം ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. തീർച്ചയായും. നമസ്തേ.